അപ്പൊ എന്താ ഈ മയ്യത്തിസ്കാരമാണ്. മയ്യത്തിസ്കാരത്തില് ആണുങ്ങളാണെങ്കിൽ ഇമാം നിൽക്കേണ്ടത് തലയുടെ ഭാഗത്ത്, ആണുങ്ങളാണെങ്കിൽ നിൽക്കേണ്ടത് തലയുടെ ഭാഗത്ത്, സ്ത്രീ ആണെങ്കിൽ നിൽക്കേണ്ടത് ഊരയുടെ നേരെ, ഇമാം നിൽക്കേണ്ട സ്ഥലം. ഒന്നിലധികം മയ്യത്തുകൾ ഉണ്ടാവും ചിലപ്പോ. അപ്പൊ കുറവാനിലൊക്കെ ഒന്നിലധികം മയ്യത്തുകൾ കൂട്ടിക്കോളി. ഒരു പുരുഷന്റെ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ പുരുഷന്റേത് ഇമാമിന്റെ അടുത്ത്, സ്ത്രീൻ്റെത് കിബിലിന്റെ അടുത്ത്. അത് ആദ്യം സ്ത്രീന്റെ വെക്കുക, ഇമാമിന്റെ അടുത്ത് പുരുഷന്റെ വരുന്ന രൂപത്തിൽ വെക്കുക. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെപ്പാടും കൂട്ടിക്കോളി. അതിന് പുരുഷന്റെ എന്ത് ചെയ്യുക, ഇമാമിന്റെ അടുത്ത് വെക്കുക, കുട്ടിക്ക് സ്ത്രീകൾ അങ്ങനെ 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 വെക്കുക. പറയാ അതിനുശേഷം സ്ത്രീയും പുരുഷനും തമ്മിലുണ്ടെങ്കിൽ രണ്ടും ഒപ്പം വെക്കൂലല്ലോ. ആദ്യം ഇമാമിന്റെ അടുത്ത് ആരാളുള്ളത്? അതിനെ ഇമാമിന്റെ അടുത്ത് ആരാളുള്ളത്? പുരുഷന്റെ അടുത്തേക്ക് അല്ലെ, അല്ല അങ്ങോട്ട് ഇങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. ഇമാമിന്റെ അടുത്ത് ആരാളുള്ളത്? പുരുഷനാണ് അല്ലെ. അതിനനുസരിച്ച് ഇമാമിന്റെ അടുത്ത് പുരുഷനല്ലേ ഉള്ളത്. ആ പുരുഷന്റെ അടുത്ത് ഇരിക്കുക, അങ്ങോട്ട് കൊണ്ട ആവശ്യമല്ല. അതാ അതിനോടാണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെ വരാം. ഒന്നിലധികം മയ്യത്തോടൊപ്പം ഒന്നായിട്ട് നിസ്കരിക്കേണ്ടി വരാം. ഹറമിലൊക്കെ എത്ര നിൽക്കുമല്ലോ. അതാണ് നമുക്ക് കൊറോണ അല്ല മറ്റേ എന്താ കോളറിന്റെ സമയത്തൊക്കെ വന്നിരുന്നില്ലേ, കോളറ മുറമലിയുടെ ഓർമ്മകളെ തീരത്ത് എന്ന പുസ്തകം വായിച്ചത് ഇങ്ങനെ ദിവസങ്ങൾ മരിക്കുന്ന ഒരവസ്ഥ വന്നിരുന്നു. ഇതും വന്നിരുന്നു ഏത് കൊറോണയുടെ സമയത്ത്. പക്ഷെ നമുക്ക് വരാതെ വെച്ചാൽ നട്ടപ്പുരത്തേക്ക് കൊണ്ടേ മറയിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടിക്കാൻ കൊണ്ട് തട്ടിക്കല്ല. അതുകൊണ്ടൊക്കെയാണ് നിസ്കരിക്കാൻ ഒറ്റസ്കാരം മതി. ഒന്ന് വെവ്വേറെ സ്കരിക്കേണ്ട ആവശ്യം ഇല്ല. എങ്ങനെ ഒക്കെ പറ്റുമ്പോ അങ്ങനെ ഒന്നിച്ച് വരാം. ഹദീസിൽ അങ്ങനെ വന്നിട്ടില്ല. ഇല്ല, ഒരേപോലെ വന്നാൽ മതി. കാരണം മയ്യത്ത് എന്നുള്ളതാണ് വരുന്നത്. അല്ലാഹുമ്മ വേണ്ട എന്നാൽ അത് അവൾക്ക് ഇവരെന്ന് പറയില്ല. അതിപ്പോ നമ്മളെ പ്രയോഗം നോക്കിയാൽ മയ്യത്തെപ്പോൾ അടുക്കാന്ന് വെച്ചു, ഓരെപ്പോൾ അടുക്കാന്ന് ചോദിക്കൂലല്ലോ, ഓനെപ്പോൾ അടുക്കാന്ന് ചോദിക്കൂല. അത് മനസ്സിലായില്ല. എനിക്ക് വെച്ച് മുതക്കവും മുഅന്നത്തും പുല്ലിംഗവും സ്ത്രീലിംഗവും. അപ്പൊ ആണ് മരിച്ചാണെങ്കിൽ അല്ലാഹു മഗ്ഫിർ നിസ്കരിക്കുമ്പോഴേ, പെണ്ണാണെങ്കിൽ അല്ലാഹു മഗ്ഫിർ ലഹ അതിന്റെ ആവശ്യം ഇല്ല. കാരണം മയ്യത്ത് എന്നാണ് പറയാ, മയ്യത്ത് പറയാ മുതക്കറായിട്ട് ഉപയോഗിക്കും. അപ്പൊ അല്ലാഹു മഗ്ഫിർ ലഹു വറഹ്മഹു വഅഫു അൻഹു അതിനാണ് തെളിവുള്ളത്. ഇല്ല, പേരെടുത്ത് പറയണ്ട, പേരെടുത്ത് പറയില്ല. ഞാൻ മയ്യത്ത് കാണാൻ പോകുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നബി അബൂസലമക്ക് വേണ്ടി പ്രാർത്ഥിച്ച അള്ളാഹുവെ അബൂസലമക്ക് ഈ പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ പദവി ഉയർത്തി കൊടുക്കണേ, നല്ലതിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തി ഉണ്ടാക്കണേ, അദ്ദേഹത്തിന്റെ കബറിന് വിശാലമാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞ പ്രാർത്ഥന മയ്യത്ത് കാണാൻ ചെല്ലുമ്പോ. കാണല് ഒരു കൂലിയില്ല, ഒരു ഹദീസിലും വന്നിട്ടില്ല. ഏതാപ്പ ചെല്ല അത് കിട്ടും. നമ്മൾ കാണാൻ പോകുകൂടി അത് മയ്യത്ത് കാണുക നിർബന്ധമല്ല, അതിന് മുഖം കാണുന്നുള്ളത്. അപ്പൊ നമ്മളവിടെ പോയി മരണപ്പെട്ട സ്ഥലത്ത് നമ്മൾ പോയി അവിടെ തന്നെ നമ്മളത് പ്രാർത്ഥിക്കാം. നമുക്ക് ആ വീട്ടിൽ നമ്മൾ ചെന്നു, അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം, ആ പേര് കൊണ്ട് പ്രാർത്ഥിക്കാം. ഇപ്പൊ അല്ലാഹു മഗ്ഫിർ ലി അബീ സലമ പ്രാർത്ഥിച്ചത്. അപ്പൊ അവിടെ മരിച്ച ആള് പിന്നെ ആളെ പേര് മൈദിമരമായിക്കോട്ടെ. ഞാൻ നിങ്ങളെ പറ്റി പറഞ്ഞാലേ ചിലപ്പോ ഒന്നും മരിപ്പിച്ചിട്ടോ വീട്ടോട് നിങ്ങൾക്ക് തോന്നും. ഇന്നെ പറ്റി പറഞ്ഞാൽ അവർക്ക് വിഷമം ഉണ്ടാവുമല്ലോ. അല്ലാഹു മഗ്ഫിർ ലി മുഹ്യിദ്ദീൻ ഖായ വറഫഅ ഫിൽ മഹ്ദിയീൻ വഖലുഫു ഫി അഖബിൽ ഗാബിരീൻ എന്ന് പറഞ്ഞ പ്രാർത്ഥന പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. ഈ 3 ഖിറാഅത്ത് കൂലി പറഞ്ഞാലേ അതെങ്ങനെയൊക്കെയൊന്ന് അത് പറയും. അപ്പൊ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മയ്യത്തിസ്കാരം കഴിഞ്ഞു. മയ്യത്ത് നമസ്കാരത്തിന് സാധാരണഗതിയിൽ തുറന്ന സ്ഥലമാണ് ഏറ്റവും നല്ലത്. പള്ളിയിൽ നിസ്കരിക്കാം, അനുവദനീയമാണ്. ഐസാന്റെ കാലത്ത് പള്ളിയിൽ വെച്ച് മയ്യത്തിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഐസാനെ എതിർക്കുന്നുണ്ട്. ജനങ്ങൾ എത്ര പെട്ടെന്നാണ് അറിവില്ലാതെ പോകുന്നത്. കാരണം അവര് പറഞ്ഞ വെച്ചാൽ പള്ളിക്ക് മയ്യത്ത് കൊണ്ടുവരാൻ പാടില്ല. നമ്മള് ചില സഹാബാക്കളെ പിന്നെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്നത് ഐസാനെ ധരിക്കുന്നുണ്ട്. അനുവദനീയമാണ്, കുഴപ്പമില്ല. അതായത് മയ്യത്ത് പള്ളി കയറ്റാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം ചില മയ്യത്ത് നെജസാവുന്നുള്ള ആ വിശ്വാസം കൊണ്ടാണ്. മയ്യത്ത് നെജസല്ല നമ്മൾ നേരത്തെ പറഞ്ഞു, അപ്പൊ അത് അനുവദനീയമാണ്. അപ്പൊ ഏതായാലും തുറന്ന സ്ഥലമാണല്ലത് ഈദ്ഗാഹ് പോലൊക്കെ. നിസാസല്ലമക്ക് മയ്യത്ത് നമസ്കരിക്കാൻ പ്രത്യേകമായ സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ ഹദീസിൽ കാണാം, നബിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ ആ മയ്യത്തിനെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അപ്പൊ അതിന് പ്രത്യേകമായ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അത് അനുവദനീയമാണ്. അങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ പറ്റും. നിങ്ങൾക്കൊക്കെ
നിങ്ങളെ പള്ളി ഒഴിവാക്കിയിട്ട് നിങ്ങളെ ഈദ്ഗാഹിന്റെ സ്ഥലത്താക്കലേക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നമുക്ക് അതിന് പ്രത്യേക സ്ഥലം അങ്ങനെ ആക്കണമെങ്കിൽ ആൾക്കാരാക്കാൻ ഒന്നുമില്ല. എന്താ ബഹിഷ്കാരത്തിൽ ഉള്ളത് 3 സഫാക്കുക എന്നുള്ള സുന്നത്താണ്. എത്ര ചെറിയ കുറച്ച് ആൾക്കാരാണെങ്കിലും 10 ആൾക്കാരെ കൂട്ടിക്കോളി, എന്നാൽ 4 3 3 അങ്ങനെ ആക്കുക എന്നുള്ള സുന്നത്താണ്. ഉള്ളത് 3 സഫാക്കി തിരിക്കുക എന്നുള്ളത് സഹാബാക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹദീസിൽ വന്നതാണ്. ഒരു മയ്യത്തിന്റെ മേൽ 3 സഫ് നിസ്കരിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അപ്പോൾ 3 സഫാക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ഒരു പ്രശ്നമല്ല, ഇതില്ല, നിർബന്ധമില്ല, ആകാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഖബർ സിയാറത്തുണ്ടല്ലോ, അത് പലർക്കും പിന്നെ ഖബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ പ്രത്യേക കൂലി ആ മയത്തിന് കിട്ടുന്നതിന്റെ ഒരു ധാരണ ഉണ്ട്. ശരിയല്ലാതെ ഞാൻ കേട്ടത്. അതിന്റെ അതെ, എന്താ വെച്ചാല് മയ്യത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ ഖബറിന്റെ അടുത്ത് തന്നെ പോകണമെന്നില്ല. ഖബർ സന്ദർശനം നടത്താൻ വേണ്ടി പറഞ്ഞ ഞമ്മക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഞാനും ഈ മരിക്കേണ്ടവനാണെന്നുള്ള ഓർമ്മ നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഖബർ സന്ദർശനം ലക്ഷ്യമായിക്കൊണ്ട് നബി പറഞ്ഞാൽ പറ്റുന്നെങ്കിൽ അത് കണ്ണുകളെ ഈറനണിയിക്കും, കണ്ണുനീര് വരും. ആ കണ്ണീര് വരുന്ന രൂപത്തിലുള്ള സന്ദർശനാക്കാൻ നടത്തേണ്ടത് നമ്മള് അതാ. അത് മനസ്സിനെ ലോലമാകണം. ഒരു മയ്യത്തിനെ തോന്നുമ്പോ നിങ്ങൾ നോക്കേണ്ടി എല്ലാ തമാശയും പറഞ്ഞ മയ്യത്തുണ്ടാവുമ്പോഴാ അല്ല, മിണ്ടാതെ പോകാൻ പറഞ്ഞ എന്തുകൊണ്ടാണ്? ആ ചിന്ത ഉണ്ടാകാനാണ്. കുറച്ചോ ഇന്നിപ്പോ ഞാൻ അവന്റെ ഒപ്പം പോവാണ്, നാളെ ഇതേ സമയത്ത് അല്ലെ ഇതിനു മുമ്പ് ഇന്റെ മയ്യത്തിന്റെ കൂടെയൊക്കെ ആൾക്കാർ വരുന്നത് ആ ചിന്ത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അല്ല മയ്യത്ത് ബന്ധങ്ങളൊന്നുമില്ല, അവിടെ തന്നെ പോയി സന്ദർശിക്കണമെന്നില്ല, പോകാം, അനുവദനീയമാണ്. ഭയങ്കര തിരക്ക്. അപ്പൊ ഞാനിങ്ങനെ ഒരാളോട് ഈ അഭിപ്രായം പറഞ്ഞു. അപ്പം ആ അഭിപ്രായം അയാൾ അപ്പം മനസ്സിലാക്കുക. അയാൾ ഉദ്ദേശിച്ചത് പിന്നെ ഖബറിനെ പ്രാർത്ഥിച്ചാൽ ഖബറാളിക്ക് പ്രത്യേക ഉണ്ട് എന്നുള്ളതാണ്. ഒരു പ്രത്യേകമായ ഒരു പുണ്യമല്ല, ഖബറിനെ തന്നെ പോയി പ്രാർത്ഥിക്കണം എന്നില്ല. അതിനോട് പ്രത്യേകമായിട്ടൊരു പ്രതിഫലം ഇല്ലതാണ്. അത് എവിടുന്ന് ആകാം. സ്വാലിയായ മക്കൾ ഖബറിന്റെ അടുത്ത് വെച്ച് പറഞ്ഞിട്ടില്ല. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒരു വിശ്വാസം നോക്കണം. ഇപ്പൊ നമ്മളായതുകൊണ്ട് നമ്മളല്ലാത്തവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ബാപ്പന്റെ ഖബർ അവിടെ പിന്നെ കാട്ടിൽ കിടന്നാൾ ഇതാക്കുന്നുണ്ടാവും, പുല്ലൂടിയിൽ കുത്തിയിട്ടുണ്ടാവില്ല, ഏതൊന്നും അറിയില്ല. എന്നിട്ട് ഓണാണ് സിയാറത്തിനും അങ്ങോട്ട് നാഗൂർക്കും അജ്മീർക്കും പോകണം. അതിന് കമ്മിറ്റിക്കാരെ വെച്ച് കഴിഞ്ഞാൽ കച്ചറ ഉണ്ടാക്കരുത്. നാളെ പോയി കണ്ട് അടി കൂട്ടിക്കാണ്ട് ഇന്നലെ അവിടുന്ന് എനിക്ക് ക്ലാസ്സിൽ പറഞ്ഞേക്കണം, വൃത്തിയാക്കാൻ പറയണം. എന്നാൽ ഞാനൊന്ന് തുടങ്ങാറുണ്ട് കച്ചറ ഉണ്ടാക്കാൻ നിൽക്കണ്ട. കുഴപ്പമില്ല. നബിസ്വല്ലല്ലാഹു ഒരിക്കൽ മാത്രം ചെരുപ്പ് ഊരിയത്. അത് ജിബ്രീൽ വന്നിട്ട് നബിയോട് പറഞ്ഞു എന്റെ ചെരുപ്പിന്റെ താഴത്ത് നജസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് അതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൗദിയിലൊക്കെ കാണാം, ഞാൻ നിസ്കരിച്ചാൽ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെയൊക്കെ അതിമൊക്കെ ആയിരിക്കണം. ചളിയുടെ കയ്യിൽ മേലെ തന്നെയല്ലേ, താഴെ തന്നെയല്ലേ. അപ്പൊ ഇതിന്റെ ആവശ്യമില്ല. നേരെ കുറച്ച് ചളി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സ്കരിക്കാം. നജസായിട്ട് സ്കരിക്കേണ്ടതില്ല. ശരി, അല്ലാതെ ചെരുപ്പ് ഊരിക്കേണ്ട അതിമൊക്കെയായിരിക്കും എന്തില്ല, ഒരു ഇതുമില്ല. നബി ഒഴിവാക്കിയത് നജസ് ഉണ്ട് എന്നുള്ള ജിബ്രീൽ വന്ന് നബിനെ അറിയിച്ചത് കൊണ്ടാണ്. അതെ 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 വെച്ചാല് ഖബർ പിന്നെ മക്ബറയിലേക്ക് ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല. മക്ബറയിൽ ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല. എന്നാൽ കല്ലും മുള്ളുള്ള സ്ഥലമാണ്, അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ചെരുപ്പിടാൻ നടക്കേണ്ടതില്ല. ഇബ്നു തൈമീൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഖബർ പറഞ്ഞാൽ ഖബർ വേറെയാണല്ലോ, മക്ബറയുടെ വേറെയാണ്. നല്ല വൃത്തിയേക്കാരം അല്ലേ, കണ്ടാൽ മരിച്ചാൻ തോന്നും. അവിടെ പോയി മരിച്ചാൽ മതിയായിരുന്നു, കാരണം ഒരു പേടിയില്ല, സുഖമായിട്ട് കിടക്കാം. ഇവിടുത്തെ നമ്മളൊക്കെ ഖബറിലും കണ്ടിട്ടുണ്ടെങ്കിൽ പേടിയാ, ഒന്നുമില്ല, പറങ്കിമാങ്ങ അങ്ങനെ ആ ഇതിങ്ങനെ കാണും, പിന്നെ റബ്ബറും ഈ ഒക്കെ കണ്ട മരിച്ചാൽ തന്നെ പേടിയേക്കാരം. അത് അവിടെ ചെന്നെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ അങ്ങനത്തോട്ട് ചെരുപ്പില്ലാതെ ഒട്ടാൻ പറ്റും, ഒരു കുഴപ്പമില്ല. നോക്കണ്ടി ഇപ്പൊ സൗദിയിലൊക്കെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകമായ വഴി, പ്രത്യേകമായ രൂപം, ഒരു പ്രശ്നമല്ല. നമ്മളിതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലും മുള്ളും ഇതൊക്കെ അപ്പൊ അവിടെ നമ്മൾ ചെരുപ്പില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കല്ലും മുള്ളൊക്കെ തറക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ധരിക്കാം. ഖബറും ഒരിക്കലും ചവിട്ടാൻ പാടില്ല. പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഖബറുമ നിന്നിട്ടേക്കാരം മറ്റോരും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മറ്റൊരുത്തന്റെ ബാപ്പന്റെ ഖബറും വന്നിട്ടാണ് ഓന്റെ ബാപ്പാക്കും വേണ്ടിക്കാണ്ട് പ്രാർത്ഥിക്കുന്നത്. വേറെ ഒക്കെ പ്രാർത്ഥിക്കും. ഖബറും ഒരിക്കലും ചവിട്ടരുത്. എങ്ങനെ ഖബർ വൃത്തിയാണ് അല്ല, അതെന്താ ചവിട്ട് വരാക്കാൻ ഇപ്പൊ ഒരാള് നമ്മളിങ്ങനെ വന്നപ്പോ ഇത് ഖബറ കണ്ടുകൂട്ടിക്കൊള്ളി അങ്ങോട്ട് കിടക്കാം, കുഴപ്പമൊന്നുമില്ല.
നിർബന്ധമായിട്ട് നമ്മളിങ്ങനെ അതിന് ചടങ്ങിട്ട് കിടക്കല്ലോ. അങ്ങനെ കണ്ടപ്പോ നമ്മൾ അങ്ങോട്ട് മാറ്റിച്ചാണ്, കുഴപ്പമില്ല. അവിടെ മയ്യത്ത് മറയിലാണല്ലോ ഇവിടെ വെക്കാൻ വരെ മുന്നിൽ വെക്കുന്നത്. മയ്യത്ത് നമ്മളിപ്പോ ഇമ്പറിന് നേരെ വയ്ക്കേണ്ടത് പോകുമ്പോൾ ആ റൂമിൽ തന്നെ മയ്യത്ത് നമ്മൾ നിസ്കരിക്കുന്ന പോകണം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, സൗകര്യമാണ്. അതിന്റെ സൗകര്യമാണ് നോക്കേണ്ടത്. മയ്യത്ത് നേരെ വെക്കേണ്ട നേരെ മുമ്പിലാണ്. ഇനി അപ്പുറത്ത് റൂമിൽ വെക്കാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അസൗകര്യം. മയ്യത്ത് മുമ്പിൽ വെക്കലാണ് ഏറ്റവും നല്ലത്. സൗകര്യത്തിനൊക്കെ അത് ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോ ഇതിന്റെ കൂടെ നമ്മൾ പറഞ്ഞല്ലോ, ഇതിന്റെ കൂടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ അതിന്റെ ഉത്തരായത് മലക്കളൊന്നും ചോദിക്കുന്നത് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, മറബുക്കമൻ നബിയുക്ക എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഉത്തരം എഴുതിക്കാണ് ഇതിൽ വെച്ചു കൊടുക്കലുണ്ട്. അതിനാ മുഖത്തേക്ക് അറിയണം. മുഖത്തേക്ക് പറഞ്ഞാൽ മുഖത്തെ ഇതരല്ല, ഈ കടലാസ് എഴുതിക്കാണ്ട് ഇതിൽ വെക്കലാണ്. പുതിയത് എന്താ വെച്ചാൽ അവൻ വിട്ടു ഖബറിന്റെ ഖബർ നോക്കിയിട്ട് ഖബർ 2 രൂപമാണല്ലോ, ഖബർ ഉണ്ട് ലഹദും ഉണ്ട്. മനസ്സിലല്ലേ? ഖബർ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഖബർ മേലെ കുജുത്തിയിട്ട് അതിന്റെ അടിക്ക് കീഴ് കുജുത്തി. ലഹദ് പറഞ്ഞാലും സൗദിയിലൊക്കെ ഉള്ള അതാണ്. നബിനെ മറവ് അതിലാണ് ഒരു കുജുത്തി ഇവിടെ സൈഡിക്ക് തുറക്കുക, അതാണ് ലഹദ് അറിയാം. 2 അനുവദനീയമാണ്, കുഴപ്പമില്ല. നബി മരണപ്പെട്ടപ്പോൾ 2 ലഹദ് കുത്തുന്ന ആൾക്കാരെയും വിളിക്കാൻ ആളെ പറഞ്ഞയച്ചു, ഖബർ കുത്തുന്ന ആൾക്കാരെയും വിളിക്കാൻ പറഞ്ഞയച്ചു. ലഹദിന്റെ ആൾക്കാരാണ് ആദ്യത്തെ, അതുകൊണ്ട് അത് ചെയ്യിച്ചു. ആ സേഫ്റ്റർ കാര്യമുണ്ട്. കാരണം വെച്ചാൽ നബീനെ അപ്രകാരം ചെയ്തത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉറപ്പുള്ള മണ്ണൊക്കെ എനിക്ക് അതാണ് നല്ലത്. കാരണം അത് നല്ല സേഫാ, ഉറപ്പേക്കാരല്ലോ. ഒരു ഖബറിന്റെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. ഉറപ്പില്ലാത്ത മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റേതാണ് നല്ലത്. ചിലപ്പോ പടുക്കേണ്ടി വരും അല്ലെ, പറ്റ മണ്ണ് ചോർന്നൊക്കെ സ്ഥലമാണെങ്കിൽ. അതേപോലെ ചിലപ്പോ ഖബറിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, മുക്കി ഒഴിച്ച് അവസാനം അത് വെച്ചു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അതായത് ഒരു നജാഷിന്റെ സംഭവം മാത്രം ഉദ്ധരിക്കപ്പെടുന്നു. നജാഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജാവായിരുന്നു, അദ്ദേഹം മുസ്ലിമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ആൾക്കാരെ വീട് കാഫിറാണ്. ആ മയ്യത്തിന് വേണ്ടി അവിടെ നമസ്കരിച്ചിട്ടില്ല ഒരിക്കൽ പോലും. അതിനാൽ എന്ത് ചെയ്യാം, ഇവിടെ നമസ്കരിക്കാം. ഒരു പ്രാവശ്യം നമസ്കരിക്കപ്പെട്ട മയ്യത്തിന് പിന്നെ നമസ്കാരം വേറല്ല. അവിടെ തന്നെ ഉണ്ട്, ആൾക്കാരിന് മാത്രമുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ ആണെന്നല്ലാതെ മറഞ്ഞ മയ്യത്തിന് നമസ്കാരം ഇല്ല. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അതാണ് ഹദീസിൽ വന്നത്. അത് എവിടെ വെച്ച് മരിച്ചാൽ ഗൾഫിൽ മരിച്ചു, അതിന്റെ അടുത്ത ബന്ധുക്കൾ ഇവിടെ ഉണ്ട് അല്ലെ, ഹദീസിൽ വന്നിട്ടില്ല. അവിടെ നിസ്കരിച്ചോ എന്നാൽ പിന്നെ നിസ്കാരമില്ല. ഞാൻ വെച്ചാൽ അവിടെ നിസ്കരിച്ചതായിരിക്കുക. ഒരു മുസ്ലിം രാഷ്ട്രത്തിലാണ് മരിച്ചത്, അവിടെ നിസ്കരിച്ചിട്ടില്ല, നമുക്ക് നിസ്കരിക്കാം. സൗദി അറേബ്യയിൽ ഞാൻ പഠിച്ച ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അന്ന് ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ എല്ലാ കുട്ടികളെയും കൂട്ടി ഒരു മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചത് ഞങ്ങളന്ന് പോയപ്പോൾ കിട്ടിയിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് സോവിയറ്റ് റഷ്യ, അവിടെ റഷ്യയിലുള്ള ഒരു കുട്ടി ജാമിസ്ലാമിൽ പഠനം കഴിഞ്ഞ് പുറത്തേക്ക് പോയി. അങ്ങോട്ട് ചെന്നു. ആ കുട്ടീനെ എയർപോർട്ടിൽ വെച്ചിട്ട് വെടിവെച്ചു കൊന്നു. നമ്മൾ വിചാരിക്കുന്ന പല രാജ്യങ്ങളിലേക്കും സൗദി അറേബ്യയിൽ പഠിച്ച പുസ്തകമായിട്ട് കയറി ചെല്ലാൻ പാടില്ല. എത്രമാത്രം ഈവൻ പാകിസ്ഥാനക്ക് വരെ അവിടുത്തെ പുസ്തക കിതാബിൽ ചെല്ലാൻ പാടില്ല എന്നാണ്. ഇവനെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാള് അവര് വെടിവെച്ചു വന്നു. അപ്പൊ ആ സമയത്ത് എല്ലാവരും കൂട്ടിയിട്ട് ബിരുവാസ് നമസ്കരിച്ചു. കാരണം ആ കുട്ടികൾ നമസ്കരിച്ചിട്ടില്ല. അപ്പൊ അത്തരം സന്ദർഭങ്ങളിലെ നമസ്കാരം അനുവദനീയമാണ്. അതല്ലാത്ത നിസ്കാരമല്ല. പക്ഷെ നമുക്കിങ്ങനെ അടുത്ത ബന്ധുക്കളെക്കാരം എങ്ങനെ നിസ്കരിക്കാത്ത മക്കളുടേക്കാരം ഹദീസിൽ വന്നിട്ടില്ല. എന്നാൽ ഈ നജാഷിന്റെ സംഭവം വിളിച്ചോണ്ട് ചിലർ പറഞ്ഞു അത്തരം സന്ദർഭങ്ങളിൽ അടുത്ത ആൾക്കാർ നമസ്കരിക്കുന്നത് തടുക്കേണ്ടതില്ല. അത് ഇന്ന കാരണത്താൽ മാത്രം, നജാഷിന്റെ സംഭവം വിളിച്ചുകൊണ്ട് മാത്രം. ഇനി അടുത്ത ആൾക്കാർ മരണപ്പെട്ടുണ്ടെങ്കിൽ അടുത്ത വിളിച്ചത് നബി ഒരിക്കൽ പള്ളിക്ക് വരികയാണ്. അപ്പൊ നബി ചോദിച്ചു, അല്ല ആ പെണ്ണവിടെ പള്ളി അടിച്ചു വരുന്നിരുന്നൊരു കറുത്ത സ്ത്രീ ഉണ്ടായിരുന്നു, അവിടെ ചോദിച്ചു. അപ്പോൾ ഒരു നബി നിങ്ങളെ ഉറക്കത്തിലായിരുന്നു, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വെച്ചാണ്ട് മരിച്ചു മാറിയില്ല. അതായത് അവര് ആ സ്ത്രീക്ക് അത്ര സ്ഥാനമില്ല എന്നുള്ളവർക്കാണ് നബി പറയുന്നത്. അപ്പൊ നബി പറഞ്ഞു, ഞാൻ നിങ്ങളെ മുമ്പിലുണ്ടായി, ഞാൻ ഇവിടെ ജീവിച്ചിരിക്കെ ഒരാൾ മരണപ്പെട്ടാൽ എന്നെ അറിയിക്കാതെ മാറിയത്. കാരണം എന്റെ നമസ്കാരം അവർക്ക് അതെന്താണ്, നാളെ പ്രകാശമാണ്, അതിന്റെ കൂലിക്ക് വിശ്വാസം വിശദീകരിക്കുകയുണ്ടായി. അപ്പൊ നബി ചോദിച്ചു, ആ സ്ത്രീന്റെ കബർ എവിടെയാണ്? 2 റിപ്പോർട്ടുണ്ട്. ഒന്ന് നബി ബക്കീറിനെ പോകുമ്പോൾ പുതിയ മണ്ണുള്ള കബർ കണ്ടപ്പോ ഇതാക്കാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അല്ലാണ്ടെങ്കിൽ ഞാൻ നബി വന്നപ്പോ ആ സ്ത്രീനെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു. അപ്പൊ നബി അപ്പോഴാണ് നബി പറഞ്ഞു. ഏതായാലും നബി ചോദിച്ചു, എവിടെയാണ് കബർ ചോദിച്ചു. അപ്പൊ കബർ കണ്ടു കൊടുത്തു. അവിടെ പോയി വിശ്വാസം എന്ത് ചെയ്തു? നമസ്കരിച്ചു. അപ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് മീൻസ്
അടുത്തൊക്കെ ഉണ്ടെങ്കിൽ കവർന്നപ്പോൾ നമസ്കാരം അനുവദനീയമാണ്. അതല്ലാതെ മറന്ന മയത്ത് നമസ്കാരം ഇല്ല. പണ്ടൊക്കെ നമ്മള് പിന്നെ പള്ളിക്കൊക്കെ എഴുതി കൊടുക്കലുണ്ടല്ലോ, ഇന്നാളെ കുരിച്ചാൻ പറഞ്ഞാണ് ഉണ്ട്, കത്ത് വരലുണ്ട്. അതെ അതെ, കത്തുണ്ടായിക്കോളെന്ന് വിളിച്ചാൽ ചെയ്യും, സലാത്തുണ്ടെന്ന് പറയും ചെയ്യും. ഇതിൽ നമ്മൾ കുന്തിരിക്കം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ പറ്റുന്നതാണ്. പൊയ്ക്കച്ചാല് ഈ ഇതാണ് ഇത് അശുദ്ധി ചിലപ്പോ മോശമാണ്. ആ മോശമായ വാസന ഇല്ലാതിരിക്കാൻ വേണ്ടിക്കാണ്ടുള്ള ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പൊയ്ക്കാം. നല്ല വാസന ഉണ്ടാവും, മറ്റുള്ള കീടങ്ങളും മറ്റൊക്കെ ഉണ്ടാവും ചെയ്യും. അതെടുക്കാം. തർക്കീൻ കവറിന്റെ സൈഡിൽ വെച്ചു കൊടുക്കാം. അത് ഞാൻ പറഞ്ഞു, അത് പറഞ്ഞപ്പോ നമ്മള് ലഹരി പറഞ്ഞത്. അതായത് ഇങ്ങനെ കുത്തിയിട്ട് അതിന്റെ വെറുത്ത് ഇങ്ങനെ എന്ത് ചെയ്തപ്പോ ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കടന്നിക്കാണ്ട് മുൻകോണം വെക്കും പറയാം. റബ്ബുക്ക് അറിയാം, ഒരു മിനിറ്റ്, റബ്ബിയല്ല അറിയാം. അവര് ആക്കണ ഒരു ഇതുണ്ടല്ലോ. ചിലർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കന്നഡ ഉണ്ടാകാൻ പറ്റില്ലല്ലോ, നിങ്ങളൊക്കെ കുടുങ്ങിയ അത് പറഞ്ഞാലോ. എനിക്കൊന്നും പറഞ്ഞില്ല, അതുകൊണ്ടേ കന്നഡ വെക്കണം. ഞാനൊക്കെ കന്നഡി കൊണ്ടിട്ടിലേക്ക് കുടുങ്ങിയില്ലേ ഒന്ന്. പിന്നെ അറബി വെച്ചിട്ടുള്ള ഉണ്ടായിട്ട് പൊടിച്ച അറബിയാളാ, അറബിയാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് കുടുങ്ങി. വല്ലാത്തൊരു പരിപാടി തന്നെയാണ്. അപ്പൊ ഞാൻ ചെയ്തിട്ടോ പറയാൻ കിട്ടും, ഇല്ലെങ്കിൽ ഒരു പേടി പഠിക്കേണ്ട കിട്ടൂല. ഇത് വല്ലാത്തൊരു തൗഫീഖാണ്. പരീക്ഷയ്ക്ക് എല്ലാം പഠിച്ചു പോയി പരീക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സിക്ക് വരില്ല, അതൊരു തൗഫീഖാ. അതിന് വരണമെന്നുണ്ടെങ്കിൽ അപ്പോ ആ തൗഫീഖിനെ കിട്ടും. ഇവിടെ പേപ്പർ ഒട്ടിച്ചിട്ടും കാര്യമില്ല, ഒന്നുമില്ല. ചിലപ്പോ അതുവരെ ഒന്നേ കാര്യം മക്കളെ കൊടുക്കാൻ കരുതിയത് ഒരു കുട്ടി ഇതിനൊക്കെ രണ്ടു കിട്ടും. നമ്മളടുത്തും കള്ളുപിടിച്ചു, പോലീസൊന്നും പിടിച്ചു, എന്നാ പേര് വെച്ചു വേലു എന്ന വേലേതെന്നാണ്. എന്നാ വേലിനൊന്നും കിടക്കട്ടെ, വേലേതൊന്നും കിടക്കട്ടെ, രണ്ടേ കിട്ടും. അങ്ങനെ വേലേന്ന് നമുക്ക് ഒറ്റ ചവിട്ടേ കിട്ടുള്ളൂ. അപ്പൊ ഇത് ചിലപ്പോ ഈ ഉത്തരത്ത് അങ്ങോട്ട് കോപ്പി കൊണ്ടുവന്നിട്ടല്ലേ എന്ന് പറഞ്ഞാൽ ചിലപ്പോ രണ്ടെണ്ണം കിട്ടാനുള്ള സാധ്യത. ചോദ്യങ്ങൾ ഉള്ള റബ്ബ് ആരാണ്, പിന്നെ ഹദീസിൽ വന്നത് നബി ആരാണ്, നബിയെ കാണിച്ചു കൊടുക്കും, ഈ ആൾ ആരാണ് ചോദിക്കും. പിന്നെ അപ്പോ അങ്ങനെ നിയോഗിക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞ ആ സംഭവങ്ങൾ ചോദ്യം പിന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പുതിയാപ്പ ഓർമ്മമായി ഉറങ്ങിക്കോന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ അടിക്കും. ഇവിടെ മിത്രക്ക ചോദ്യം ചെയ്യാൻ പറ്റുന്ന മടക്കിന്റെ കയ്യിൽ മിത്രക്ക്. മിത്രക്കത്തെ നമ്മുടെ സാധനങ്ങൾ ഹാമ്പറിനാ പറയാം, മേടാൻ ഉപയോഗിക്കുന്ന സാധനം ഇവിടെയാണ് അടുത്ത്. ഹുസൈയത്തിന് അട്ടഹസിക്കും ചെയ്യുന്നില്ല ഇൻസാൻ, മനുഷ്യനില്ലാത്ത എല്ലാ സത്യചാരങ്ങളോ ശബ്ദങ്ങൾക്കും. വേറെ ഹദീസിലും മനുഷ്യനും ജിന്നുകളും അല്ലാത്ത മനുഷ്യൻ കേട്ടാലോ ബോധം കിട്ടി വീഴും. അല്ലെ നബി പറഞ്ഞു ദൗലാൻ തുദാഫ, നിങ്ങളൊക്കെ മറയ്യണമെന്നുള്ളത് കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ കബർ നടക്കുന്ന ശിക്ഷ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ അള്ളാഹോട് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാലേ നമുക്ക് നന്നാവുള്ളൂ. നിങ്ങൾ നാലിച്ചിരിക്കണം. ഇന്നലെ അല്ലെ 18-19 വയസ്സായ ഫർഹാനിയാണ് മറ്റേ സിദ്ദീഖിന് എന്ത് ചെയ്യണത്, ഈ കട്ടർ ഈ സാധനമാണ്. അതായത് ഈ പിന്നെ ടൈൽസ് മുറിക്കുന്ന സാധന അത് കൊണ്ടിട്ടാണ് ചീസാക്കി. എന്നിട്ട് മറ്റവൻ ആഴ്ചക്കല്ലാത്ത പിന്നെ ശിബിലി പിന്നെ കത്തിയെടുത്ത് വന്നപ്പോ കത്തി വേണ്ട അന്ന് അതെടുത്ത് പറഞ്ഞാണ്ട് മേടാനുള്ള സാധനം കൊടുക്കണതോളാ. ഇതാണ് പെണ്ണ്. എനിക്ക് പലപ്പോഴും തോന്നലുണ്ട്, ഞാൻ ഈ നരകം സ്വർഗം എന്നുള്ള വിശാദരിപ്പിക്കുമ്പോ നരകത്തിന്റെ ആ ഭയാനകത ഇങ്ങനെ പറയുമ്പോഴേ എനിക്ക് പലപ്പോഴും എന്തിനാ റബ്ബേ ഇത്രയൊക്കെ ഭയാനകത. പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക ഇത്ര പോരാനുണ്ട്. മനുഷ്യന് എന്തും ആകാൻ കഴിയും, പച്ച മനുഷ്യനുള്ളത്. എന്നിട്ട് എന്താണ് അത് കഴിഞ്ഞിട്ട് അത് നോക്കി അത് കഴിഞ്ഞിട്ട് മൂപ്പര പൈസ എടുത്തുകൊണ്ട് ഇവര് എന്തിനാണ് ഷർട്ട് മുട്ടായി വാങ്ങാൻ വെക്കുന്നത്, പർച്ചേസിങ്. എന്തതിന്റെയൊക്കെ അവസ്ഥ എന്താണ്? പെട്ടി വാങ്ങി എല്ലാ സംഭവം ഒരു കുട്ടി കൊണ്ടില്ല, എന്നിട്ട് പിറ്റേന്നാണ് രണ്ടാമത്തെ കുട്ടി ഒന്ന് കാണ്ട് കയ്യിലെന്ത് ചെയ്യണത് കൊടുക്കണം. എന്നിട്ടാണ് ഈ 3 കഷ്ടങ്ങളാക്കണം. എന്നിട്ട് അതും കഴിഞ്ഞ് പോലീസുകാർ ചോദിക്കണോട് എവിടെ ഇട്ടത്, ഒരു മണിയായിട്ട് ഒരു പ്രശ്നമല്ല, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അവിടെ ഇട്ട് തെരഞ്ഞെടുത്ത് കണ്ടു. പിന്നെ മനുഷ്യന്മാരൊക്കെ എന്താ നിങ്ങൾ എന്തുമാകാം. നിങ്ങളെ മക്കള് വലിയ ശമ്പളം കൊണ്ടൊന്നും നിങ്ങൾ ആഗ്രഹിക്കേണ്ട. ഈ മക്കൾ മുഖേന വിഷമിക്കാതിരിക്കുക മരിക്കുന്നതിന് മുമ്പ്. ഈ മക്കൾ മുഖേന നമ്മളെടുത്തുള്ളി കണ്ണീരുറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട ബാപ്പാരെ നമുക്ക് ഈ ദുനിയാവിൽ കിട്ടണ ഏറ്റവും വലിയ ഭാഗ്യത. വേറെ ഒന്നുമല്ല. ഇറ്റങ്ങള് വലിയ ശമ്പളം കൂടി നമുക്ക് എന്താ കാര്യം, ഇജാതി ഒരൊറ്റ കേസ് പെട്ടാ പോരെ. വലിയൊരു ബാധ്യത ഒന്നും വേണ്ട നമുക്ക്. ഇറ്റ മുഖേന ചീത്തപ്പേര് കേൾക്കാൻ ഞാൻ മാത്രം മതി.
നമ്മളെ കുട്ടീനെ ഒരു ലഹരി കേസിൽ പിടിച്ചുകൂട്ടിക്കോളി, എന്തേക്കാരം ഉണ്ടാകുക? പിന്നെ നമുക്കൊരു ജീവിക്കാൻ കഴിയും. അതാണ് എന്റെ അവസ്ഥ. നമ്മളെ മകളെ ഇങ്ങനത്തെ ഈ ഫർഹാന്റെ ഇതില് എന്റെ ഇങ്ങളി മക്കളാണെന്ന് കൂട്ടിക്കോളി. ആരാ വെല്ലറിയാൻ പറ്റുമോ? ഒക്കെ സംഭവിക്കാം. അവനാന്റെ കാര്യം നോക്കാൻ പറ്റുള്ളൂ. മക്കളെ മുഖത്തേക്ക് തുറപ്പിച്ച് നോക്കാൻ പാടില്ല എന്നാണ്. നമ്മൾ വിളിച്ചൊക്കെയാണ് ഈ കുട്ടികൾക്ക് ചൈൽഡ് ലൈൻ നമ്പർ കാണാപ്പെടാറ് 1098. എല്ലാവർക്കും അറിയാം. അതായത് ഓർക്കും അറിയാം എന്താ ചെയ്യേണ്ടത്. അപ്പത്തിന് പിടിക്കലും പോലീസ് വല്ലതൊക്കെ. ഇതാണ് ലോകം. ഒരു 10 കൊല്ലം കൂടി, ഒരു 10-15 കൊല്ലം കൂടി ഒക്കെ ജീവിക്കേണ്ടി വന്നാൽ എന്തൊക്കെ കാണേണ്ടി വരിക, എന്തൊക്കെ കേൾക്കേണ്ടി വരിക എന്നുള്ളത് ഒരു പിടുത്തം നമുക്ക് കിട്ടണില്ല. അവർക്കാണ് ഇപ്പോഴത്തെ പോക്ക്. നല്ലോണം ദീന് കൊടുത്തോളി കുട്ടികൾക്ക്. നിസ്കരിച്ചാൽ നോൻപൊടുക്കാനും പഠിപ്പിച്ച ഒരു കുട്ടി ഡോക്ടറായിട്ടുണ്ടെങ്കിലും ഒന്നും വരാനില്ല. നാളെ പഠിച്ചവരുടെ അടുത്ത് മൻ റബ്ബുക്ക മൻ നബിയുക്ക മാ ഖിബ്ലത്തുക എന്നൊക്കെ ചോദിച്ച കൂട്ടത്തില് എന്റെ മൻ ഇബ്നുക എന്ന് ചോദിക്കൂല. എന്റെ മകൻ ആരേനി, ഡോക്ടർ കഴിഞ്ഞോ എഞ്ചിനീയർ ആയിരുന്നു ചോദിക്കൂല. വലതും സ്വാലിഹും എതിരൂല. അവനത്തെ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിയായ മക്കൾ. അത് മാത്രം നമ്മള് മയ്യത്തിങ്ങനെ വെച്ച് എന്നിട്ട് നിക്കരിച്ചാനേ എനിക്കറിയില്ല മൊലി നിങ്ങൾ നിക്കി എന്ന് പറയുന്ന അവസ്ഥ. എന്താ നമ്മൾ ഈ മക്കളെ യേശൊക്കെ ആക്കിട്ട് എന്താ കാര്യം? എന്റെ മയ്യത്തിന്റെ അടുത്ത് കടന്ന് എന്റെ മകൻ പ്രാർത്ഥിക്കണേ അല്ലാഹു എന്ന് പറയുമ്പോ ഉണ്ടാകണേ ആ ഒരു ആത്മാർത്ഥത പള്ളിക്കലെ മൂല്യം ഉണ്ടാവുക. വേറെ ആയിരക്കണക്കിന് മനുഷ്യൻ നമസ്കരിച്ചുണ്ടാവുക. നമുക്ക് കിട്ടേണ്ടത് മാത്രം. അതിനാൽ മക്കളെ നമ്മൾ പഠിപ്പിച്ചണം. മയ്യത്തുകാരറിയാത്ത IAS ഉണ്ടായിട്ട് എന്താ കാര്യം? കലക്ടർ ഉണ്ടായിട്ട് എന്താ കാര്യം? മയ്യത്തുകാരറിയാത്ത ഡോക്ടർമാർ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമല്ല. ഒക്കെ നമുക്ക് തോന്നാം ഒന്നുണ്ടാവില്ല. നമ്മൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രമേ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് അറിയിലോട്ടിക്കോളി. എന്താ കാര്യം? എന്താ അതുകൊണ്ട് ഏറ്റവും വലിയ ക്ലാസ് പറഞ്ഞാല് ദീനിന്റെ ക്ലാസ്സാണ്. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിച്ച ആശിക്ക് അതേപോലെയുള്ള ആളുകൾ ഇത്തരം ക്ലാസ്സുകൾ ഇടക്കിടക്ക് കൊടുക്കണം നമ്മളെ മക്കളെ. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ ബാപ്പാക്കും നിങ്ങളെ അമ്മാക്കും നിങ്ങളോടുള്ള അത്ര സ്നേഹം വേറെ ലോകത്ത് ആരോടുമില്ല. പക്ഷേ ഇപ്പൊ മക്കളാവുമ്പോഴും അവരെ കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ പെയ്ത്താരെടുക്കാം. ആൺകുട്ടികളെ നിങ്ങളെ പിന്നിൽ ലഹരി സംഘങ്ങൾ വെല്ലാൻ നടക്കുക. ഒരിക്കലും ഉപയോഗിച്ചാൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ജാതി ബാപ്പാരിമാർ നിങ്ങൾ നാറിപ്പിച്ചിരുന്നു മക്കളെ. അത് മാത്രമേ നമുക്ക് പറയാം. കാരണം ഗുണം പിടിക്കൂല, ഒരിക്കലും ഗുണം പിടിക്കില്ല. ബാപ്പാന്റെ ഒരു തുള്ളി കണ്ണീർ നമുക്കെതിരെ ഒറ്റിച്ചാൽ, ഇമ്മച്ചെങ്ങാൻ നമുക്കെതിരെ ഒരു തുള്ളി കണ്ണീർ ഇറ്റിച്ചാൽ ഈ ദുനിയാവിൽ നമുക്ക് ഗുണം പിടിക്കൂല. പരലോകത്തിൽ പറയും വേണ്ട, ഒരു രക്ഷയില്ല. എന്തായാലും ജീവിച്ചു, മരിക്കുന്ന ഉറപ്പാ, സ്വർഗം നിരക്ക് ഉറപ്പാ. നിങ്ങളൊക്കെ നിങ്ങളെ കാര്യം തീരുമാനിക്കാനുള്ള പ്രായം എത്തിയിട്ടുണ്ട്. 15 വയസ്സ് പ്രായപൂർത്തി എത്തുക എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ഉത്തരവാദിത്വം. അത് നിങ്ങൾ ആണ് മറുപടി പറയേണ്ടത്. പക്ഷേ ഞങ്ങളൊക്കെ മരിക്കണതിന് മുമ്പേ നിങ്ങൾ മുഖേന ഒരു നല്ല കാര്യം ചെയ്തിട്ട് അത് എന്റെ മകനാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷമുണ്ട്. നേരെ മറിച്ച് ഒരു വാണ്ടാത്തരം കാട്ടിയിട്ട് അതിലും എങ്ങനെ ഉണ്ടാകാത്തത് ഓന്റെ മക്കളല്ലേ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കൽബ് പൊട്ടലുണ്ട്. അത് ഈ ഫർഹാന അതിനേക്കാൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫർഹാന കാട്ടിയമായി ഞങ്ങൾ നമുക്കൊരു മെഷീൻ വാങ്ങിച്ചുതരാം. ഞങ്ങളിൽ വെച്ചിട്ട് ഇങ്ങനെ ഈരിലേക്കര നിൽക്കുന്നുണ്ട്. എന്നിട്ട് 3 അറ്റം ലോഡ് മുറിച്ചത് അതിനേക്കാൾ വേറെ 100 കട്ടം മുറിക്കലേക്കാരൻ നിൽക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ഞങ്ങളോട് ചെയ്യണ ഏറ്റവും വലിയ നീതിയാണ്. വേദനിപ്പിക്കാണ്ടൊക്കെ അത്രമാത്രം ചെയ്താൽ മതി. അതിന് നമുക്ക് കൊടുക്കേണ്ടത് പറഞ്ഞത് ഇങ്ങനത്തെ ക്ലാസ്സുകളാണ്. ഇവിടെ എത്രങ്ങാനും കുട്ടികളുണ്ട് നോതായിൽ, എത്രങ്ങാനും മക്കളുണ്ട്. പക്ഷെ ആരും എല്ലാവരും ഒന്നില്ലല്ലോ. പക്ഷെ ഈ വന്ന മക്കളുണ്ടല്ലോ നല്ല മക്കളാണ്, നല്ല കുട്ടികളാണ്. ഇവർക്ക് ഇതിന്റെ തുടർച്ച ക്ലാസ്സുകൾ കൊടുക്കാം. എന്നിട്ട് അവരെങ്ങനെ വരട്ടെ, ആ സമൂഹം നിലനിൽക്കുള്ളൂ. പതായി പറഞ്ഞ മറ്റു പ്രദേശങ്ങളെ പോലെയല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈറ്റിലും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് അജയ് സ്ഥലം. നമ്മൾ പോയാൽ ഈ നിരച്ച് താഴെയുള്ള 3-4 കാക്കാരുണ്ടല്ലോ, ഇത് പോയാലേ പിന്നെ അത് കൊണ്ടെടുക്കാൻ ആരുമില്ല, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയില്ല. അതൊക്കെ ഇനി എന്താ വായിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ഏൽപ്പിക്കാൻ പോയി പരിപാടികളുണ്ടല്ലോ, അത് വരെ ഏൽപ്പിക്കുന്ന ഒരു രൂപക്കാരൻ, അതിന് പ്രത്യേകമായ ഒരു ഫണ്ടേക്കാരൻ, ഒരു പാക്കേജ്, മയ്യത്ത് മരിച്ച് കുളിപ്പിച്ച് മറ ഇത് കണ്ടു തരാൻ ഇത്ര സംഖ്യ എന്ന് പറയുന്ന ഒരു കാലഘട്ടം അനധിവിദൂരമല്ല. എന്താ ചെയ്യാ, ഞാൻ എനിക്ക് അറിയില്ലാണ്ടെങ്കിൽ ഞാൻ ഏൽപ്പിക്കലാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. ഇപ്പൊ തന്നെ കബുത്താൻ ആൾക്കാരെ കിട്ടാത്ത അവസ്ഥയാണ്. എന്നാണ് ബംഗാളികളെ പുറത്ത് കുത്തുന്നത്. പലയിടത്തും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റാച്ചോട് കണ്ട് ബാന്ധി വെക്കുകയാണ്, എന്നിട്ട് പിന്നെ വൃത്തിയാക്കലാണ്. ഇതൊന്നും അറിയാത്ത, ഇതൊക്കെ ഒരു പരിചയമില്ലാത്ത ഒരു കാലഘട്ടം വരും. അതിനാൽ
പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കണം. ഒരു അടിപൊളി പ്രസംഗം നടത്തി പോകാൻ എല്ലാവരും ഉണ്ടാവും, എനിക്കും വയ്ക്കും. പക്ഷെ ഇങ്ങനത്തെ ദീനിയായ കാര്യങ്ങൾ, നിസ്കാരം, നോൽപുൽക്കാനും അതുമായി ബന്ധപ്പെട്ട നമ്മളെ പെൺമക്കളുണ്ടല്ലോ, ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം അറിയാത്ത ഒരു കുട്ടി IAS കഴിഞ്ഞിട്ട് എന്താ കാര്യം? കെട്ടിച്ചിലെ പിറ്റേന്നുണ്ടാവും ഒരു പേരില്. നമ്മക്കും നമ്മളെ ആമക്കൾക്കും ബാധ്യതയായിക്കൊണ്ട് കൊടുക്കണം നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ. നമ്മളൊക്കെ കാര്യം എന്താണ് സമീപ ഭാവിയിൽ വരാന്നുള്ളത് ഒരാൾക്കും പ്രവചിക്കാൻ കഴിയാത്ത രൂപത്തിൽ ആണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. എല്ലാം തന്നെയാണ്, എല്ലായിടത്തും വായിച്ചൊക്കെയാണ്. ഇതൊരു ഫർഹാന്റെ മാത്രം കേസല്ല, മനസ്സിലായോ? അങ്ങനത്തെ ഒരു പാഠം ഈ 3 ചെക്കന്മാരാണുള്ളത്. ഫർഹാന, ആഷിഖ്, ഷിബിലി, 3 മുസ്ലിമീങ്ങൾ. നിങ്ങൾ നോക്കണ്ടി, ഞാൻ പത്രത്തില് ഞാൻ നോക്കലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ MDMA എല്ലാത്തിനും നോക്കണ്ടെങ്കിൽ എല്ലാം നമ്മളെ ജാതിക്കാരാണ്. ഞാൻ ആ വയസ്സിന്റെ ആ ഇതാണ് നോക്കൽ. കാരണം അതിന്റെ തൊട്ടുപുറത്തുള്ള പേരുണ്ടാകുക 99.9% നമ്മളെ ജാതിയാണ് മുസ്ലിമീങ്ങൾ. ഇത്തരം വേലയ്ക്ക് ആൾക്കാർ വേറെ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞിട്ട് വന്നതിന് നമ്മൾ കാണാണ്ട് ക്ലാസ് കൊടുത്തുകൊണ്ടേ നിൽക്കുക, പറയാ ഫതക്കിൽ നമ്മള് ഉത്ഭവം നടത്തിക്കൊണ്ടിരിക്കുക. ഇതിന്റെ വേറെ മാർക്കല്ല, അടിച്ചു കയറ്റാനൊന്നും വേറൊന്നും പറ്റൂല. അതുകൊണ്ടത് പ്രിയപ്പെട്ട മക്കളെനിക്ക് പറയാനുള്ളത്, കല്യാണം കഴിക്കുമ്പോ അതും ഇതേപോലെ തന്നെ നമ്മളെ സ്നേഹിക്കണേ, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പടച്ചോനെ പോലെയുള്ള ഒരു പെൺകുട്ടിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യതേക്കരണം. കാരണം മറ്റൊരുത്തനെ പ്രേമിക്കാത്ത ഒരു പെണ്ണിനെ കിട്ടുക എന്നുള്ളത് ഇവിടുന്ന് ഭാവിയിൽ അങ്ങോട്ട് വലിയ പ്രയാസം വരാൻ പോവുകയാണ്. വലിയ പ്രയാസം. നബി പറഞ്ഞ കാലഘട്ടമാണിത്. നബി പറയാണ്, ഒരു അവസാന കാലം വരുമ്പോഴേ ആൾക്കാർ പറയും എത്ര നല്ല മനുഷ്യനില്ലേ. പക്ഷെ നബി പറയാ ഓന്റെ ഹൃദയത്തില് ഓന്റെ മനസ്സില് കടുകുമണിയോളം ഈമാനില്ല. എന്നിട്ട് ഓനെ പറ്റി ആൾക്കാർ പറയുന്നത്. അപ്പൊ മറ്റുള്ള ആൾക്കാരെ അവസ്ഥ എന്തേക്കാനുണ്ടാകുക? കൊടുക്കണം, ലോകം പോണം, നശിക്കുക, നാശത്തിന്റെ വക്കിലാണ്. അപ്പോഴാണ് ഇതൊക്കെ നമ്മൾ കാണേണ്ടി വരുന്നത്. കൊലപാതകങ്ങൾ അധികരിക്കുന്ന കിയാമങ്ങൾ അടയാളാണ്. ഒരു കുഴപ്പമില്ലല്ലോ, അറുത്തൽ കൊന്നിട്ടിട്ട് ഒരു കുഴപ്പമില്ല. അതന്നെ ഞങ്ങളെ കൊന്ന ആൾക്കറിയില്ല എന്തിനാ കൊന്നതെന്നുള്ളത്, കൊല്ലപ്പെട്ടതെങ്കിൽ എന്തിനാ അവനെ കൊന്നതെന്നുള്ള അറിയില്ല. അതിനാൽ നാളെ പരലോകത്ത് ഇവര് വരുന്നുണ്ട്, പരിസൽ ഹാദയാ റബ്ബ് ഫീമ, എന്തിനാ റബ്ബിനെ കൊന്നുള്ള ചോദിക്കും റബ്ബ് അവനോട്. അവനെ അറിയില്ല എന്താന്നുള്ളത്. അങ്ങനത്തെ ഒരു കാലഘട്ടം വരാൻ പോവാം. അവിടെ ഉയർന്നു നിന്ന് 5 നേരം നിസ്കരിക്കണേ, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ക്ലാസ് സംഘടിപ്പിക്കുന്ന മക്കളായിട്ട് ഈ മക്കൾ മാറണം. അതിനുള്ള ഇതിൽ നമ്മൾ പ്രവേശിച്ചാൽ ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ ക്ലാസ് എടുക്കണം. അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് കൊടുത്താൽ ഇതിനേക്കാൾ കൊടുക്കേണ്ടത് പെൺമക്കൾക്കാണ്. അതും കൊടുത്താൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക, നമ്മൾ ഉത്തരവാദിത്തം നിർവഹിക്കുക. പിന്നോട് എങ്ങനെയും പറഞ്ഞിട്ട് നമുക്കെന്താ? ഇതിനോട് വാപ്പാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരു ക്ലാസ് നമ്മുടെ നന്മയുടെ തുലാസിൽ പടച്ച റബ്ബ് രേഖപ്പെടുത്തട്ടെ. നമ്മൾ ഇരിക്കുന്ന ഇതുപോലെ നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. മതപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിലുപരി അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനുമുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. മരണശേഷമുള്ള ജീവിതം മയ്യത്ത് കൊണ്ടുപോകുമ്പോഴേ മലക്കുകളുടെ സാന്നിധ്യം, അതായത് ജനാസന്റെ കൂടെ മലക്കുകൾ വരും എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്, നല്ലവരായ മനുഷ്യന്മാര്. അത്തരം ആളുകൾ പെടുക എന്നുള്ള വലിയ ഭാഗ്യ. പടച്ച റബ്ബ് നമ്മളെ ഓരോരുത്തരെയും അത്തരം വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹ് ഇസ്സത്തുള്ള മുസ്ലിങ്ങളെ ജീവിക്കാനും മരിക്കുന്ന സന്ദർഭത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവാക്യം ഉച്ചരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ റബ്ബേ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തരും നീ കാത്തുരക്ഷിക്കും റബ്ബേ. പടച്ചോനെ സ്വർഗം, ആ സ്വർഗം പുരുകാനുള്ള തൗഫീഖും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ റബ്ബേ. സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കിക്കൊണ്ടാവുക. വസല്ലല്ലാഹു അലൈഹി നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.